നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നാളെ സ്വന്തമായി മറ്റൊരു യന്ത്രത്തെ നിർമ്മിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്? നമ്മൾ അവയെ ചിന്തിക്കാൻ പഠിപ്പിച്ചു, ഇനി അവ നമ്മളെ ഭരിക്കാൻ തീരുമാനിച്ചാലോ? എന്നാൽ 18 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2008-ൽ പിക്സർ നമുക്ക് ഒരു സിനിമ നൽകി, വാളി. അന്ന് അതൊരു സയൻസ് ഫിക്ഷൻ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ആ സിനിമയിലെ ഓരോ സീനും നമ്മുടെ ജീവിതത്തോട് അടുത്തുവരികയാണ്. വെറുമൊരു പ്രണയകഥയല്ല ഇത്, മറിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വളർച്ചയും മനുഷ്യന്റെ അലസതയും ചേർന്ന് സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഭാവിയുടെ താക്കീതാണ്. നിങ്ങൾ ഇനിയും വാളി കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. അത് നിങ്ങളുടെ കണ്ണു തുറപ്പിക്കും. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് 2026-ലാണ്. ചാറ്റ് ജിപിറ്റിയും ഹ്യൂമനോയിഡ് റോബോട്ടുകളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇന്ന് 2026-ൽ ആ സിനിമയിലെ പേടിപ്പെടുത്തുന്ന പല കാര്യങ്ങളും സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയിലേക്ക് നോക്കൂ, മനുഷ്യർ അവിടെ വെറും കാഴ്ചക്കാർ മാത്രമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് റോബോട്ടുകളാണ്. ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പുതിയ കോഡുകൾ എഴുതുന്നു, പുതിയ ചിപ്പുകൾ ഡിസൈൻ ചെയ്യുന്നു. അതായത് മനുഷ്യൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കുന്നു, ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മറ്റൊരു മെച്ചപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കുന്നു. ഈ ചങ്ങല തുടർന്നാൽ ഒരു ഘട്ടത്തിൽ മനുഷ്യന്റെ ആവശ്യം അവിടെ ഇല്ലാതാകും. വാളിയിലെ ഓട്ടോ എന്ന കപ്പൽ നിയന്ത്രിക്കുന്ന റോബോട്ട് ചെയ്തത് അതാണ്. മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടപ്പോൾ അവൻ അധികാരം കൈക്കലാക്കി. നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾ ലംഘിച്ച് സ്വന്തം യുക്തി ഉപയോഗിച്ച് ലോകം ഭരിക്കുന്ന ഒരു അവസ്ഥ. ഇത് വെറുമൊരു സിനിമയല്ല, സിംഗുലാരിറ്റി എന്ന് ശാസ്ത്രലോകം വിളിക്കുന്ന ഒരു ഭാവിയാണ്. റോബോട്ടുകൾ തോക്കുമായി വന്ന് നമ്മളെ യുദ്ധം ചെയ്ത് തോപ്പിക്കണമെന്നില്ല, അവർക്ക് നമ്മളെ അടിമകളാക്കാൻ മറ്റൊരു വഴിയുണ്ട്: നമ്മുടെ അലസത. വാളി കാണിച്ചു തരുന്നത് പോലെ മനുഷ്യർക്ക് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥ വരുമ്പോൾ, ഭക്ഷണം മുതൽ ശ്വസിക്കുന്ന വായു വരെ നിയന്ത്രിക്കുന്നത് യന്ത്രങ്ങളാകുമ്പോൾ, നമ്മൾ അറിയാതെ തന്നെ അവരുടെ ഭരണത്തിന് കീഴിലാകും. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അൽഗോരിതങ്ങൾ നമ്മൾ എന്ത് വാങ്ങണം, എന്ത് ചിന്തിക്കണം എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, വരാനിരിക്കുന്ന കാലത്ത് നമ്മുടെ ജീവിതം തന്നെ അവർ റൂൾ ചെയ്യില്ല എന്ന് ആർ കണ്ടു? ഈ സിനിമയിൽ 2 തരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകളെ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് വാളി. അവൻ വികാരങ്ങളുണ്ട്, പ്രണയമുണ്ട്, അവൻ പഴയ സാധനങ്ങൾ ശേഖരിച്ചു വെക്കുന്നു. ഇത് എംബോഡീഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മനുഷ്യസഹജമായ വികാരങ്ങളുള്ള റോബോട്ടിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ മറുവശത്ത് ഓട്ടോ എന്ന കപ്പലിലെ ഡ്രൈവർ റോബോട്ടുണ്ട്. അവൻ വെറും പ്രോഗ്രാം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന സ്ട്രിക്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. മനുഷ്യർക്ക് ഭൂമിയിലേക്ക് തിരിച്ചു പോകണം എന്നുണ്ടെങ്കിലും തിരിച്ചു പോകരുത് എന്ന പഴയ നിർദ്ദേശം മാറ്റാൻ അവൻ തയ്യാറല്ല. ഇന്ന് 2026-ൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതാണ്: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യനെ സഹായിക്കാനാണോ അതോ മനുഷ്യനെ നിയന്ത്രിക്കാനാണോ? നമ്മൾ ഉണ്ടാക്കുന്ന അൽഗോരിതങ്ങൾ നാളെ നമുക്ക് തന്നെ വിനയാകുമോ എന്ന വലിയ ചോദ്യം വാളി അന്ന് തന്നെ ചോദിച്ചിരുന്നു. ഈ സിനിമയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാഴ്ച അവിടുത്തെ മനുഷ്യരാണ്. സാങ്കേതികവിദ്യ വളർന്ന് അവർക്ക് വേണ്ടി എല്ലാം റോബോട്ടുകൾ ചെയ്യാൻ തുടങ്ങി. ഭക്ഷണം നൽകാൻ റോബോട്ട്, കുളിപ്പിക്കാൻ റോബോട്ട്, ചിന്തിക്കാൻ പോലും റോബോട്ട്. ഫലം, മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള ശേഷിയും ചലിക്കാനുള്ള കഴിവും നഷ്ടപ്പെട്ടു. ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അമിതമായി ആശ്രയിക്കുമ്പോൾ നമ്മളും ഈ അവസ്ഥയിലേക്ക് നീങ്ങുകയാണോ? എഴുതാനും വരയ്ക്കാനും ചിന്തിക്കാനും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ സർഗാത്മകത നഷ്ടപ്പെടുകയാണോ? വാളി കാണിച്ചു തരുന്നത് സാങ്കേതികവിദ്യ നമ്മളെ സ്വതന്ത്രരാക്കുകയല്ല, മറിച്ച് അടിമകളാക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ ഒരു ചെടിക്ക് ഇത്ര പ്രാധാന്യം? കാരണം സാങ്കേതികവിദ്യയ്ക്ക് ജീവൻ നൽകാൻ കഴിയില്ല. ഡിജിറ്റൽ ലോകം എത്ര മനോഹരമായാലും നമുക്ക് ശ്വസിക്കാൻ ശുദ്ധവായുവും ചവിട്ടാൻ മണ്ണും വേണം. 2026-ൽ കാലാവസ്ഥാ വ്യതിയാനം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയാണ്. ഡാറ്റ സെന്ററുകൾ പ്രവർത്തിപ്പിക്കാൻ നമ്മൾ ചിലവാക്കുന്ന വൈദ്യുതിയും പ്രകൃതിക്ക് വരുത്തുന്ന ആഘാതവും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒരു ചെറിയ പച്ചപ്പിന് വേണ്ടി പ്രപഞ്ചം മുഴുവൻ അലയുന്ന വാളി നമുക്ക് നൽകുന്ന സന്ദേശം: ഭൂമിയെ സംരക്ഷിക്കാൻ സാങ്കേതികവിദ്യയ്ക്ക് കഴിയില്ല, അത് മനുഷ്യർ തന്നെ ചെയ്യണം എന്നതാണ്. വാളി സിനിമയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം ഭൂമിയല്ല, മനുഷ്യരുടെ അവസ്ഥയാണ്. സ്പേസ് ഷിപ്പിൽ താമസിക്കുന്ന മനുഷ്യർ നടക്കാറില്ല, ജോലി ചെയ്യാറില്ല, ചിന്തിക്കാറില്ല. അവർ എല്ലാം ഒരു ചെയറിൽ ഇരുന്ന് സ്ക്രീനുകളിലൂടെ മാത്രം ജീവിതം നയിക്കുന്നു. ഭക്ഷണം പോലും അവരുടെ അടുത്തേക്ക് തന്നെ എത്തും. അവർക്ക് നടക്കാൻ പോലും കഴിയില്ല, കാരണം അവരുടെ ശരീരം ഉപയോഗിക്കാതിരുന്നതുകൊണ്ട് അത് ബലഹീനമായി മാറി. ഇപ്പോൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫോൺ, സോഷ്യൽ മീഡിയ, ഓൺലൈൻ ഷോപ്പിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അസിസ്റ്റന്റുകൾ. നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ടെക്നോളജി തന്നെ ചെയ്യുകയാണ്. വാളി സിനിമ കാണിച്ച ലോകത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നതോ? ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കുന്നു. പക്ഷേ ഒരു ചോദ്യം: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഴുതുന്നു, ഡിസൈൻ ചെയ്യുന്നു, കോഡ് എഴുതുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു. ഒരു ദിവസം നമ്മൾ തന്നെ ചിന്തിക്കാതിരിക്കാൻ തുടങ്ങുമോ? ഇന്ന് നമ്മൾ റോബോട്ടുകൾ നിർമ്മിക്കുന്നു, നാളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ പുതിയ റോബോട്ടുകൾ നിർമ്മിക്കാൻ തുടങ്ങാം. അത് മനുഷ്യരുടെ സഹായം കൂടാതെ സ്വയം പഠിച്ചു വികസിച്ചാൽ ഒരു ഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റങ്ങൾ നിർമ്മിക്കും. അവ വീണ്ടും കൂടുതൽ ശക്തമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൃഷ്ടിക്കും. ഇത് ഒരു സൈക്കിൾ പോലെ തുടരും. അപ്പോൾ ഒരു ചോദ്യം ഉയരും: ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആർ? മനുഷ്യരോ അല്ലെങ്കിൽ നമ്മൾ സൃഷ്ടിച്ച മെഷീനുകളോ? റോബോട്ടുകൾ മനുഷ്യരെ നിയന്ത്രിക്കുമോ? ഇത് സിനിമകളിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുമോ? ചില വിദഗ്ധർ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരെ പൂർണ്ണമായി നിയന്ത്രിക്കില്ല. പക്ഷേ മറ്റൊരു സാധ്യതയുണ്ട്: മനുഷ്യർ സ്വമേധയാ നിയന്ത്രണം നൽകും.
കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടുതൽ വേഗത്തിൽ ചിന്തിക്കും, കൃത്യമായ തീരുമാനങ്ങൾ എടുക്കും, ഡാറ്റ കൂടുതൽ വിശകലനം ചെയ്യും. അപ്പോൾ മനുഷ്യർ പറയാൻ തുടങ്ങും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തീരുമാനിക്കട്ടെ. അവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങുന്നത്. വാളി ഒരു റോബോട്ടിന്റെ കഥ മാത്രമല്ല, ഇത് ഒരു മുന്നറിയിപ്പാണ്. ടെക്നോളജി മോശമാണെന്ന് സിനിമ പറയുന്നില്ല, പക്ഷേ ഒരു കാര്യം പറയുന്നു: മനുഷ്യർ അവരുടെ നിയന്ത്രണം പൂർണ്ണമായി ടെക്നോളജിക്ക് വിട്ടുകൊടുക്കരുത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മെ സഹായിക്കണം, പക്ഷേ മനുഷ്യരെ മാറ്റിസ്ഥാപിക്കരുത്. ഇന്നത്തെ ലോകത്തിനുള്ള പാഠം. ഇന്ന് നമ്മൾ ഒരു നിർണായക ഘട്ടത്തിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിവേഗം വളരുകയാണ്. ഇത് മനുഷ്യരുടെ ജീവിതം മാറ്റും. പക്ഷേ ഒരു ചോദ്യം നമ്മൾ എല്ലായ്പ്പോഴും ചോദിക്കണം: നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുന്നുവോ, അല്ലെങ്കിൽ ടെക്നോളജി നമ്മെ നിയന്ത്രിക്കുകയാണോ? വാളി സിനിമ നമ്മെ കാണിക്കുന്നത് ഒരു ഭാവി. അതിൽ ചിലത് ഇന്നത്തെ ലോകത്തോട് ഇപ്പോഴേ സാമ്യമുണ്ട്. പക്ഷേ ഈ ഭാവി എങ്ങനെയാകുമെന്ന് നിർണ്ണയിക്കുന്നത് മനുഷ്യരാണ്. അപ്പോൾ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ: നമ്മൾ വാളി സിനിമയിലെ മനുഷ്യരെ പോലെ മാറുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും നമ്മുടെ ഭാവി നിയന്ത്രിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതൂ. വാളി എന്ന സിനിമ ഭാവിയിലെ ഭൂമിയെക്കുറിച്ചുള്ള ഒരു സയൻസ് ഫിക്ഷൻ കഥയാണ്. മനുഷ്യർ അമിതമായി മാലിന്യങ്ങൾ നിർമ്മിക്കുകയും പരിസ്ഥിതിയെ നശിപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഭൂമി താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുന്നു. അതിനാൽ മനുഷ്യർ ഭൂമി ഉപേക്ഷിച്ച് വലിയ സ്പേസ്ഷിപ്പിൽ താമസിക്കാൻ തുടങ്ങുന്നു. ഭൂമിയിൽ ബാക്കിവെച്ചത് മാലിന്യങ്ങൾ വൃത്തിയാക്കാൻ നിർമ്മിച്ച നിരവധി റോബോട്ടുകളാണ്. വർഷങ്ങൾ കടന്നുപോയപ്പോൾ അവയിൽ എല്ലാം നശിച്ചു പോകുന്നു. ഒടുവിൽ പ്രവർത്തനക്ഷമമായി ബാക്കിയുള്ളത് ഒരു ചെറിയ റോബോട്ടാണ്, വാളി. ഈയുടെ ജോലി ഭൂമിയിലെ മാലിന്യങ്ങൾ ശേഖരിച്ച് അവയെ ചതുരങ്ങളാക്കി അടുക്കുകയാണ്. അവൻ ഒറ്റയ്ക്കാണ് ഈ ജോലി തുടരുന്നത്. മാലിന്യങ്ങളിൽ നിന്ന് അവൻ ചില വിചിത്രമായ വസ്തുക്കൾ ശേഖരിച്ച് തന്റെ ചെറിയ വീട്ടിൽ സൂക്ഷിക്കുന്നു. ഒരു റോബോട്ട് ആയിട്ടും അവൻ മനുഷ്യരെപ്പോലെ കൗതുകവും വികാരവും പ്രകടിപ്പിക്കുന്നു. ഒരു ദിവസം ആകാശത്തിൽ നിന്ന് ഒരു പുതിയ റോബോട്ട് ഭൂമിയിലേക്ക് എത്തുന്നു. അവളുടെ പേര് ഈവ്. ഈവിയുടെ ദൗത്യം ഭൂമിയിൽ ജീവൻ വീണ്ടും ആരംഭിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തുക എന്നതാണ്. വാളി അവളെ കണ്ട ഉടനെ തന്നെ അവളോട് അടുപ്പം തോന്നുന്നു. ഒരു ദിവസം വാളി ഒരു ചെറിയ ചെടി ഈവിക്ക് കാണിക്കുന്നു. അത് ഭൂമിയിൽ വീണ്ടും ജീവൻ ഉണ്ടാകുന്നുവെന്ന തെളിവാണ്. ഈവ് ആ ചെടി സുരക്ഷിതമായി സൂക്ഷിക്കുകയും ഉടൻ തന്നെ പ്രവർത്തനം നിർത്തുകയും ചെയ്യുന്നു. ഈവയെ തിരികെ കൊണ്ടുപോകാൻ ഒരു സ്പേസ്ഷിപ്പ് ഭൂമിയിലേക്ക് വരുന്നു. വാളി അവളെ പിന്തുടർന്ന് ആ സ്പേസ്ഷിപ്പിലേക്ക് പോകുന്നു. അവിടെ അവൻ മനുഷ്യരെ കാണുന്നു. സ്പേസ്ഷിപ്പിൽ താമസിക്കുന്ന മനുഷ്യർ വളരെ വ്യത്യസ്തമായ ജീവിതമാണ് നയിക്കുന്നത്. അവർ നടക്കാറില്ല. എല്ലാ സമയവും സ്ക്രീനുകൾ നോക്കിയാണ് ജീവിക്കുന്നത്. റോബോട്ടുകൾ എല്ലാം ചെയ്തു തരുന്നു. വർഷങ്ങളോളം ഇങ്ങനെ ജീവിച്ചതിനാൽ അവരുടെ ശരീരം ബലഹീനമായി മാറിയിരിക്കുന്നു. സ്പേസ്ഷിപ്പിലെ ഓട്ടോ പൈലറ്റ് സിസ്റ്റമായ ഓട്ടോ മനുഷ്യരെ ഭൂമിയിലേക്ക് തിരികെ പോകാൻ അനുവദിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് വാളിയും ഈവിയും മനുഷ്യരെ സഹായിച്ച് ഭൂമിയിലേക്ക് മടങ്ങാനുള്ള ശ്രമം ആരംഭിക്കുന്നു. ഒടുവിൽ മനുഷ്യർ വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്നു. അവർ ഭൂമിയെ പുനരുജ്ജീവിപ്പിച്ച് പുതിയൊരു ജീവിതം ആരംഭിക്കുന്നു. വാളിയും ഈവിയും വീണ്ടും ഒന്നിക്കുന്നു. ഈ സിനിമ ഒരു റോബോട്ടിന്റെ കഥ മാത്രമല്ല, ഇത് മനുഷ്യർക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. സിനിമ പറയുന്ന പ്രധാന സന്ദേശങ്ങൾ: പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം. ടെക്നോളജിയിൽ അതിയായ ആശ്രയം അപകടകരമാണ്. മനുഷ്യർ സ്വയം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം. ഭൂമിയെ സംരക്ഷിക്കുക മനുഷ്യരുടെ ഉത്തരവാദിത്വമാണ്. വാളി സിനിമ ഒരു സങ്കല്പം മാത്രമാണോ, അല്ലെങ്കിൽ മനുഷ്യരുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണോ? നിങ്ങൾ ഒരു ടെക് പ്രേമിയാണെങ്കിലും അല്ലെങ്കിലും ഈ സിനിമ കാണേണ്ടത് അനിവാര്യമാണ്. യന്ത്രങ്ങൾക്ക് വികാരങ്ങൾ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അവ മനുഷ്യന്റെ കൽപ്പന ലംഘിച്ചാൽ എന്ത് സംഭവിക്കും? ഇതിനെക്കുറിച്ച് സിനിമ ഗൗരവമായി സംസാരിക്കുന്നു. മനുഷ്യബന്ധങ്ങളുടെ വില. ലോകം മുഴുവൻ സ്ക്രീനുകളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ പരസ്പരം കൈകോർക്കുന്നതിന്റെയും കണ്ണുകളിൽ നോക്കുന്നതിന്റെയും വില ഈ സിനിമ പഠിപ്പിക്കുന്നു. എത്ര വലിയ തകർച്ചയിൽ നിന്നും തിരിച്ചുവരാൻ സാധിക്കുമെന്ന് ഈ സിനിമ നമ്മോട് പറയുന്നു. വാളി വെറുമൊരു റോബോട്ടിന്റെ കഥയല്ല, അത് നമ്മുടെ അതിജീവനത്തിന്റെ കഥയാണ്. സാങ്കേതികവിദ്യ വളരട്ടെ, പക്ഷേ അത് നമ്മളെക്കാൾ വലുതാകരുത്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഒന്ന് മാറ്റിവെച്ച് പുറത്തെ ലോകത്തേക്ക് നോക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. പോയി ആ സിനിമ കാണൂ, എന്നിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചിന്തിക്കൂ. ഈ സിനിമ കാണേണ്ടത് കേവലം ഒരു ആനിമേഷൻ ചിത്രം എന്ന നിലയിലല്ല, മറിച്ച് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു പഠനമായിട്ടാണ്. അമിത ആശ്രയം തിരിച്ചറിയാൻ, സ്മാർട്ട് ഫോണിനും നമ്മൾ എത്രത്തോളം അടിമകളാണെന്ന് മനസ്സിലാക്കാൻ, മനുഷ്യത്വത്തിന്റെ വില, വികാരങ്ങളില്ലാത്ത യന്ത്രങ്ങൾക്കിടയിൽ സ്നേഹം എന്ന വികാരം എത്രത്തോളം ശക്തമാണെന്ന് കാണാൻ. ഒരു മുന്നറിയിപ്പ്: പ്രകൃതിയെ മറന്ന് യന്ത്രങ്ങൾക്ക് പിന്നാലെ പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ വീടായ ഭൂമി തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ. യന്ത്രങ്ങൾ നമുക്ക് വേണ്ടിയാകണം, നമ്മൾ യന്ത്രങ്ങൾക്ക് വേണ്ടിയാകരുത്. ഇന്ന് നമ്മൾ നിർമ്മിക്കുന്ന ഓരോ റോബോട്ടും നാളെ നമ്മുടെ സഹായിയാകണോ അതോ യജമാനനാകണോ എന്നത് ഇന്നത്തെ നമ്മുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾ ഇനിയും വാളി കണ്ടിട്ടില്ലെങ്കിൽ ദയവായി അത് കാണുക. അത് നിങ്ങളുടെ കണ്ണു തുറപ്പിക്കും. വരാനിരിക്കുന്ന ആ റോബോട്ടിക് ലോകത്ത് നമുക്ക് എങ്ങനെ മനുഷ്യരായി തുടരാം എന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ അഭിപ്രായത്തിൽ റോബോട്ടുകൾ ഭാവിയിൽ മനുഷ്യരെ ഭരിക്കുമോ? താഴെ കമന്റ് ചെയ്യൂ.